പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 1.5 വർഷമായിട്ട് മെഡിക്കൽ സ്ക്രൈബായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇതിനു മുന്നേ തന്നെ നമ്മുടെ ഈ സെയിം ചാനലിൽ ഞാൻ 2 മെഡിക്കൽ സ്ക്രൈബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വർക്ക് റുട്ടീൻ വീഡിയോ ആണ് ചെയ്തത്. ഒരു വീഡിയോ എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന വീഡിയോ, മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ മെഡിക്കൽ സ്ക്രൈബ് എന്ന് പറയുന്ന വീഡിയോ ആണ്. എൻ്റെ മറ്റ് വീഡിയോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 വീഡിയോയ്ക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ജോബിന് കയറിയത്, സ്ക്രൈബിംഗ് കോഴ്സ് എടുത്തിട്ടാണോ ജോബിന് കയറിയത്, വർക്കിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, സാലറി എത്ര ഉള്ളൂ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മോർ ഓവർ സാധാരണ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ DMs ഒന്നും കിട്ടാറില്ല. മെഡിക്കൽ സ്ക്രൈബിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് DM ഒക്കെ അയക്കാൻ തുടങ്ങി. So I thought I should definitely do a video on medical scribing. So guys, welcome to my YouTube channel. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആലിഡ എന്നാണ്. ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എഡ്യൂക്കേഷണൽ വീഡിയോസ് മാത്രമല്ല, അല്ലാത്ത പാള ടൈപ്പ് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി നോക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ഒത്തിരി പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സിനെ പറ്റിയിട്ടാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ PharmD ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഞാനൊരു മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് ചെയ്തിട്ടല്ല ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ ഫാർമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയൊരു ജോബാണിത്. സോ മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സിനെ പറ്റിയിട്ടോ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊന്നും പറയാൻ മാത്രമുള്ളൊരു നോളജ് എനിക്കില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സ് പഠിക്കുമ്പം എന്തായാലും നിങ്ങൾ മെഡിക്കൽ സ്ക്രൈബ് ആവാനുള്ള ട്രെയിനിങ് ആണ് തരുന്നത്. നമുക്കും അവർ ഒരു 3 to 4 months ട്രെയിനിങ്ങും സംഭവങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ് സെഷൻസിനെ പറ്റിയിട്ടും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം കോഴ്സിനെ പറ്റിയിട്ട് എന്നതുപോലെ തന്നെ ഒരു എക്സ്പോഷർ ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അറിയുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു കമ്പനിയിൽ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനി ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഫ്രഷ് ഫാർമ ഗ്രാജുവേറ്റ്സിനെ ബൾക്കായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ നമ്മുടെ കോളേജിൽ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി. എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് അന്നേരം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരാണെങ്കിൽ എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നോളജ് അളക്കുന്ന ടെസ്റ്റ്. അപ്പോൾ അതിൽ വരുന്നത് 100 HAP ക്വസ്റ്റ്യൻസ് ആണ്. HAP ക്വസ്റ്റ്യൻസ് മീൻസ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഓഡിയോ നമ്മളെ കേൾപ്പിക്കും. നമ്മൾ ഈ IELTS ഒക്കെ എഴുതത്തില്ലേ, അതേപോലെ നമ്മൾ ആ ഓഡിയോ കേട്ടിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ ഒരു 2 പോർഷനായിട്ടായിരുന്നു ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ആ ടെസ്റ്റ് എഴുതി ഞാൻ പൊട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓഡിയോ അല്ലായിരുന്നു എനിക്ക് ട്രബിൾ ഉണ്ടായിരുന്നത്. ഈ MCQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു ഇനി ഒരു ചാൻസും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓഫ് കോഴ്സ് ഉണ്ട്, ഒരു 7 days കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ 7 days കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഒക്കെ ഒന്നും കൂടെ പഠിച്ചിട്ട് ഞാൻ ഈ ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കി. അപ്പോൾ എനിക്ക് അത് കിട്ടി ആ ടെസ്റ്റ്. അങ്ങനെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞപ്പം നമുക്കൊരു വിർച്വൽ ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂവിൽ കുറച്ച് മെഡിക്കൽ ടെർമിനോളജീസ്, നമ്മുടെ ഈ ജോബിനെ പറ്റിയുള്ള ഇൻട്രസ്റ്റ്, നമ്മുടെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കറേജ്, അതൊക്കെ അവർ അസസ് ചെയ്തു. ആൻഡ് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്ട് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവർ നേരെ കൊണ്ടുവന്നത് ഒരു 3 to 4 month ട്രെയിനിങ് പീരീഡാണ്. ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് അക്കാഡമിക് ട്രെയിനിങ് ആണ്. അക്കാഡമിക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അത് 2 സെഷൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് തിയറട്ടിക്കൽ സെഷൻ, രണ്ടാമത്തത് പ്രാക്ടിക്കൽ സെഷൻ. അപ്പോൾ തിയറട്ടിക്കൽ സെഷൻ ഒരു 2 weeks, ബാക്കി ആ മന്ത് ഫുള്ള് പ്രാക്ടിക്കൽ സെഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിയറട്ടിക്കൽ സെഷൻസിൽ അവർ നമുക്ക് സോപ്പ് എന്താണെന്ന് പഠിപ്പിക്കും. സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉരച്ച് തേച്ച് കുളിക്കുന്ന സോപ്പല്ല. സോപ്പ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ഡോക്യുമെന്റ് ചെയ്യുന്നതിനാണ് സോപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോപ്പിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോപ്പിനെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ പോരാതെ വരും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. ഇപ്പം നമ്മൾ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സിന് പോകുമ്പോൾ അഫ്കോഴ്സ് അവർ നിങ്ങൾക്ക് മെഡിക്കൽ ടെർമിനോളജീസ് പഠിപ്പിക്കും. മെഡിക്കൽ ടെർമിനോളജീസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ടഫായിരിക്കും. പക്ഷെ ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ആവും കേട്ടോ. ഞാൻ പറയാൻ പറ്റുമോ, ഇവർ നമ്മളെ ഒരു 25 to 30 members ഉള്ള ഒരു ക്ലാസ് ഗ്രൂപ്പായിട്ട് മാറ്റി. എന്നിട്ട് അതിലൊരു ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനർ എന്ന് പറയുന്നത് MDS കഴിഞ്ഞ ഒരു മാം ആയിരുന്നു. മാം ഓൾസോ ഫ്രം മെഡിക്കൽ സ്ക്രൈബിംഗ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ മാമാണ് നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നത്. അക്കാഡമിക് പാർട്ടിലെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നത്. പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം ഉണ്ടാവും. എക്സാം എന്ന് പറഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഉണ്ടാവുക. അത് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ ഒരു 5 days കൂടെ എക്സ്ട്രാ ട്രെയിനിങ് തരും.
ട്രെയിനിങ് തന്നിട്ട് അതും പാസ്സായില്ലെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടും. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനാണ്. ഇപ്പോൾ ഒരു 30 ഗ്രൂപ്പുള്ള ഒരാൾക്കാരിലേക്ക് ആക്കിയിട്ട് അവർ ഓരോ ടെസ്റ്റുകൾ നടത്തി അങ്ങനെ ഹയറാർക്കിയിലേക്കുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് ഫെയിൽ ആവുന്നവരെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി ലാസ്റ്റ് ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനെ അവർ കണ്ടുപിടിക്കും ഈ മെഡിക്കൽ സ്ക്രൈബായിട്ട്. നമുക്ക് രണ്ടാമത് വന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 വീക്സോളം നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷൻസ് ആണ് വന്നത്. ഡമ്മി ആയിട്ടുള്ള ഡോക്ടറും പേഷ്യൻസും സംസാരിക്കുന്ന ഓഡിയോസ്, റിയൽ ലൈഫിലെ പേഷ്യൻറ്റും ഡോക്ടറും അല്ല, ആ ഓഡിയോസ് നമ്മളെ കേൾപ്പിച്ചിട്ട് നമ്മൾ അത് നമ്മുടെ സാധാരണ വേർഡിനകത്ത് നമ്മൾ സോപ്പ് ഫോർമാറ്റിൽ ഡോക്യുമെന്റ് ചെയ്യണം. അപ്പോൾ ഡെയിലി നമുക്ക് ഇങ്ങനെ ഒരു ഓഡിയോ ഫയൽസ് ഇങ്ങനെ കേൾക്കാൻ തരുമായിരുന്നു. നമ്മളത് സോപ്പ് ഫോർമാറ്റിലോട്ട് മാറ്റണം. ആൻഡ് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാം പറഞ്ഞുതരും. അങ്ങനെ നമ്മളൊരു ഡെയിലി ഒരു മാക്സിമം ഒരു 2 ഓഡിയോയ്ക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ആദ്യമൊക്കെ. അപ്പം ലൈവ് സിനാരിയോയിൽ വരുമ്പോഴത്തേക്ക് ഒരു ഡോക്ടറും പേഷ്യൻറ്റും സംസാരിച്ച് കഴിഞ്ഞ് അവർ ആ ഒരു വിസിറ്റ് വൈൻഡപ്പ് ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു സോപ്പ് അവിടെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ആ റെക്കോർഡ് അവിടെ സബ്മിറ്റ് ചെയ്യണം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 hours ഒക്കെ എടുക്കുമായിരുന്നു അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് പറ്റാത്ത പണിയാണെന്നുള്ളൊരു ഫീലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതിനോടൊപ്പം തന്നെ അവർ നമുക്ക് ടൈപ്പിംഗ് ട്യൂട്ടോറിയൽ തന്നു. അപ്പോൾ നമ്മൾ typing.com എന്നുള്ള ഒരു സൈറ്റിൽ കയറിയിട്ടാണ് ടൈപ്പിംഗ് ഒക്കെ പഠിച്ചത്. കുഞ്ഞുനാൾ തൊട്ട് ഈ 2 ചൂണ്ടുവിരലുകൾ മാത്രം കൊണ്ട് ഇങ്ങനെ കുത്തി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഇങ്ങനെ എല്ലാ വിരലുകളും യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പം ആ ഒരു സ്കില്ല് ഞാൻ പഠിച്ചത് ഈ ഒരു ജോബിൽ വന്നതിന് ശേഷമാണ്. കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ പഠിച്ചത് ഈ ജോബിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെ നമ്മൾ തിയറി പാർട്ട് പാസ്സായി, പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ പാസ്സായി. സെക്കൻഡ് മന്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് ലൈവായിട്ട് ഡോക്ടറും പേഷ്യൻറ്റും സംസാരിക്കുന്നത് കേൾക്കാനാണ്. എല്ലാ ഡോക്ടർമാർക്കും ഒരു റൂമുണ്ട്. റൂം ഇൻ ദ സെൻസ് അതൊരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമ്മൾ പാസ്വേഡൊക്കെ അടിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു സ്ക്രൈബ് ഉണ്ടാവും, ഒരു ഡോക്ടർ ഉണ്ടാവും. അവരുടെ സ്ക്രീൻ ഷെയർഡ് ആയിരിക്കും, നമുക്കത് കാണാൻ വേണ്ടി പറ്റും. നമ്മളത് കണ്ടുപഠിക്കും. അപ്പോൾ ഇവരെ ഡോക്ടർ പേഷ്യന്റ് സംസാരിക്കുന്നത് കേൾക്കാം, സ്ക്രൈബ് ഡോക്ടറിനോട് സംസാരിക്കുന്നത് കേൾക്കാം, ഡോക്ടർ തിരിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലൈവ് സെറ്റപ്പ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് അതിനകത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഷാഡോയിങ് എന്ന് പറയുന്നത്. അതായത് ഒരു നിഴല് പോലെ നിന്ന് ഡോക്ടറിൻ്റെയും സ്ക്രൈബിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മൾ ഇതെന്താണ് ഈ പരിപാടി, ഈ സെറ്റപ്പ് എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഷാഡോയിങ്. സഡനായിട്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും എല്ലാം നമ്മൾ പഠിക്കും. അങ്ങനെ നമുക്ക് ഫൈനലി അതിനകത്തൊരു ഓഡിറ്റ് നടക്കും. പാസ്സായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഡോക്ടറിനെ അസൈൻ ചെയ്ത് തരും. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഡോക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഷാഡോയിങ് ചെയ്യുക. നമുക്ക് അലൗട്ട് ചെയ്ത റൂമിൽ ഷാഡോ ചെയ്യും. ആ ഡോക്ടറിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആൻഡ് ഫൈനലി നമുക്കൊരു ടെസ്റ്റ് നടത്തും. ഈ ടെസ്റ്റ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വേർഡിലല്ല നടത്തുന്നത്. നമുക്ക് അതിന് മുന്നായിട്ട് അവരൊരു EHRന്റെ ഡമ്മി പീസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് പോകാം. ഒരു 2 വീക്സ് ഒക്കെ നമ്മൾ ആ ഡോക്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ ഡോക്ടറിന് വേണ്ടി ചാർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒറ്റയ്ക്ക് ലൈവ് പോയി ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ സീനിയേഴ്സ് വന്നിട്ട്, നമ്മുടെ ഓഡിറ്റേഴ്സ് വന്നിട്ട് ഡോക്ടറിനോട് നമ്മളെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് ചോദിക്കും. ഡോക്ടർ ഇപ്പം നല്ല അഭിപ്രായമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതർവൈസ് ഡോക്ടർ മോശം പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ നമ്മളെ പിന്നെയും അവർ ട്രെയിനിങ് സെഷൻസ് തന്നിട്ട് വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് ട്രൈ ചെയ്യും. അവിടെ നിന്ന് പറ്റുന്നില്ല എന്നാണെങ്കിൽ അവർ നമ്മളോട് പറയും എന്നാൽ നിങ്ങൾ പോയിക്കോ എന്ന് പറയും. എക്സാം ഫെയിലായിട്ടും അല്ലാതെയും പോയ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു 25 to 30 ആൾക്കാരെ വെച്ചിട്ടാണ് ക്ലാസ് ഗ്രൂപ്പ് തുടങ്ങിയത്. ഞങ്ങളുടെ ബാച്ചിൽ ലാസ്റ്റ് ലൈവിലെത്തിയത് ഞാൻ ഉൾപ്പെടെ 4 or 5 പേര് മാത്രമാണ്. ഓരോ സെഷൻസ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ സ്റ്റേജ്, ഓരോ ഓഡിറ്റ് നടക്കുമ്പോഴത്തേക്കും ഫെയിലായി പോയവരുണ്ട്. അതല്ലാതെ ഈ നൈറ്റ് ഷിഫ്റ്റ് ട്രബിൾ ഉള്ളവർ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, ഈ കല്യാണമൊക്കെ ആയത് കാരണം നൈറ്റ് ഷിഫ്റ്റ് എടുക്കാൻ പറ്റാത്തവർ, അങ്ങനെ ഒരുപാട് റീസൺ, പേഴ്സണൽ ആൻഡ് ഫാമിലി റീസൺസ്, അല്ലാത്ത റീസൺസ് എല്ലാം കൊണ്ടും പോയവരുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഒരു ട്രെയിനിങ് സെഷൻ. ഇപ്പം കേൾക്കുമ്പോൾ എല്ലാം കൂടെ ഒരു പുക പോലെ തോന്നും. ഞാൻ വളരെ സിംപ്ലീകരിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്രൈബ് ആവണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലിസണിങ് സ്കിൽസ്, നോളജ് ഇൻ മെഡിക്കൽ ടെർമിനോളജി. മിനിമം വേണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഒരു ബേസിക് നോളജാണ് വേണ്ടത്. എല്ലാ ജോലിയെയും പോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ ഉള്ള ഒരു ജോലിയാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്നുള്ളത്. മെഡിക്കൽ സ്ക്രൈബിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സാലറി. അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ്. അപ്പോൾ ഒരുപാട് പേര് സാലറിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു മെഡിക്കൽ സ്ക്രൈബിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അപ്പോൾ ഒരു ഫ്രഷറായിട്ട് കയറുന്ന ഒരാൾക്ക് 30,000 രൂപ സാലറി കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ? ഇപ്പോൾ സാലറി പാക്കേജ് നല്ലതായതുകൊണ്ട് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇംപ്രൂവ് ആകും.
നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യമാണ്. ഞാൻ 1.5 കൊല്ലമായിട്ട് ഈ ഒരു അമേരിക്കയിലുള്ള ഈ ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷൊക്കെ നമ്മുടെ സ്ലാങ് ഒക്കെ പതിയെ മാറുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട്. ബേസിക്കലി ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുക പറയുന്നത് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ സംസാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും, നമ്മുടെ ടൈപ്പിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിനുണ്ട്. എന്നാലും നമ്മളിതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കണ്ടുകൂടാതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഡിസഡ്വാൻറ്റേജസിൽ എനിക്ക് മേജറായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് ഷിഫ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും നമ്മൾ അമേരിക്കൻ ടൈമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് തന്നെയായിരിക്കും. സോ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് കൂടുതലായിരിക്കും ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് കുറവായിരിക്കും. ആൻഡ് ചില സമയത്തൊക്കെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ പല തവണ ഈ ജോബിൻ്റെ പല ഫേസിലും ഈ നൈറ്റ് ഷിഫ്റ്റ് കാരണം ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പം എനിക്ക് മേജറായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയും പപ്പയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ വൈകുന്നേരം ഒരു 5 മണി 6 മണിയാകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ ഈ സമയത്ത് ഞാൻ വർക്കിന് കയറും. ആൻഡ് ഞാനൊരു വെളുപ്പിന് 3:30 വരെ ഇരുന്ന് പണിയെടുത്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഇവർ ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പം ബട്ട് സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫാണ്. അപ്പം മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഈ ഒരു ഷിഫ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു മൂങ്ങ പോലത്തെ ഒരു ജീവിതമായിരിക്കും. നമുക്ക് പുറം ലോകമായിട്ട് എക്സ്പോഷറൊന്നുമില്ല. ഇപ്പോൾ പകൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ടയേർഡാവും. അപ്പോൾ നമുക്ക് രാത്രി വരേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ രാവിലെ കിടക്കുമ്പോൾ ഉറക്കം ശരിയാവില്ല, അങ്ങനെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. മെയിനായിട്ട് ഈ നൈറ്റ് വർക്ക് ചെയ്യുന്നവരുടെ ഒരു പ്രോബ്ലമാണ് അവർക്ക് സൂര്യപ്രകാശം കിട്ടാത്തത്. അപ്പോൾ സൂര്യപ്രകാശം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടില്ല, നമുക്ക് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിപ്രഷൻ വരാം, നമുക്ക് ആൻസൈറ്റി വരാം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും. ഇനിയൊരു പക്ക മെഡിക്കൽ സ്ക്രൈബിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡോക്ടറും പേഷ്യൻറ്റും സംസാരിക്കുന്നത് കേട്ടിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സഹായം ഇല്ലാതെ ഡോക്ടറും പേഷ്യൻറ്റും സംസാരിക്കുന്നത് കേട്ടിട്ട് ഓൾമോസ്റ്റ് 100% അക്യുറസിയോടുകൂടി ഇങ്ങനെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും ഈ ഒരു ജോബിൻ്റെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭയങ്കരമായിട്ട് കത്തിക്കയറി വരുന്നൊരു സമയമാണിത്. അപ്പം ഈ സമയത്ത് ഈ ഒരു ഇതുപോലത്തെ ഒരു മെഡിക്കൽ സ്ക്രൈബിങ്ങിനെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം തന്നെ US കുറേ അധികം ഫിസിഷ്യൻസ് ഇത്തരത്തിലുള്ള AI സോഫ്റ്റ്വെയർസിലോട്ട് സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് അതായിരിക്കും കൺവീനിയൻറ്റ്. അപ്പോൾ ഒരു മാൻ പവറിന് പേ ചെയ്യുന്നതിൻ്റെ ഒരു ഹാഫോ അതിന് ലെസ് ദാൻ ഹാഫോ മാത്രം അവർക്ക് ഈ AI സോഫ്റ്റ്വെയർസിന് പേ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ അതിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി സാധ്യതയാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അതാണ് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ, നമുക്കൊരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് ഓക്കെ സ്ക്രൈബിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്ക്രൈബിങ് കോഴ്സസ് ഒക്കെ എടുത്തിട്ട് ഡയറക്റ്റ് സ്ക്രൈബിങ് മാത്രം പഠിച്ച് അതിൽ അധിഷ്ഠിതമായിട്ട് നോക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര ഒരു തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ നാളെ ജോലി പോയാലും എനിക്ക് ഫാമിലി കയ്യിലുള്ളത് കൊണ്ട് വേറെ ഹോസ്പിറ്റലിലായാലും ഞാൻ വർക്ക് ചെയ്യാൻ പോവാം, പഠിപ്പിക്കാൻ പോവാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, മറിച്ച് ഈ ഒരു എന്താ പറയുക സ്ക്രൈബിങ് മാത്രം കയ്യിലുള്ള ആളുകൾക്ക് ഈ ഒരു ജോബ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഒരിക്കലും +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്ക്രൈബിങ് കോഴ്സ് എടുത്തിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോവാതിരിക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ കൊറോണയ്ക്ക് മുൻപ് കൊറോണയ്ക്ക് ശേഷം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ സ്ക്രൈബിങ്ങിനൊക്കെ കൊറോണയ്ക്ക് മുന്നേ വരെ +2 ബേസിലായിരുന്നു ആൾക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണയ്ക്ക് ശേഷം കൊറോണ വന്നതോടുകൂടി കുറേ കോഡിങ് ആൻഡ് സ്ക്രൈബിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഡെവലപ്പായി. അപ്പം അവരാണെങ്കിൽ ഇങ്ങനത്തെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് കോഴ്സസ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കോഴ്സസ് എടുത്ത് പഠിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഫീൽഡിലേക്ക് വരുമ്പം എന്താ പറയുക, അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. അവർക്ക് ജീവിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ ഈ ഒരു സ്ക്രൈബിങ് ജോബിനെ കാണാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല. ഇപ്പം AI ഒക്കെ ഒത്തിരി വന്നു കഴിയുമ്പോഴത്തേക്ക് ഫിസിഷ്യൻസ് ഒക്കെ കംപ്ലീറ്റ്ലി അതിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യും. അപ്പം നമ്മുടെ ജോലി സാധ്യത കുറയും. ഓക്കെ, അപ്പോൾ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഒരു വരുമാന മാർഗമല്ല. അപ്പോൾ എന്തായാലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവണം, ഒരു പ്ലാൻ B എപ്പോഴും ഉണ്ടാവണം. എന്നാൽ മാത്രമേ
എന്താ പറയുക, ഇങ്ങനത്തെ ജോബുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സോ അതാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് ആൻഡ് ട്രെയിനിങ് സെഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഫ്കോഴ്സ് ഇതൊക്കെ ഒരു വീഡിയോയിൽ ചുരുക്കി പറയുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫർദർ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ ആം ഹാപ്പി ടു ആൻസർ ദം. നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ബൈ.